ഹായ്, ഗ്രൂപ്പ് തിയറിയിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു അന്വേഷണം നടത്താം. ആ ഡെഫിനിഷനിലേക്ക് നാച്ചുറലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ അവിടെ 2 ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, വായിച്ചു നോക്ക്. ഈ 2 ഗ്രൂപ്പ് നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പ് തന്നെയാണ് അല്ലേ? Z+ ഇൻഡിജസ് അണ്ടർ അഡീഷൻ്റെ കോപ്പീസാണിത് അല്ലേ? ഇംഗ്ലീഷുകാർ പറയുമ്പം 0, 1, 2, 3 എക്സെട്ര, അതുപോലെ -1, -2, -3 എക്സെട്ര വിത്ത് അഡീഷൻ എന്ന് പറയും. നമ്മൾ മലയാളക്കാർ 0, 1, 2, 3 എക്സെട്ര, അതുപോലെ തന്നെ -1, -2, -3 എക്സെട്ര വിത്ത് കൂട്ടലെന്നോ സങ്കലനെന്നോ എന്താ അതിന് മലയാളത്തിൽ ശരിക്കും പറയാൻ എനിക്കറിയില്ല, അങ്ങനെ പറയും അല്ലേ? ഈ 2 ഗ്രൂപ്പും ആ ഇൻഡിജേഴ്സ് അണ്ടർ അഡീഷൻ Z+ൻ്റെ കോപ്പീസ് തന്നെയാണ് അല്ലേ? ഈ 2 ഗ്രൂപ്പും അതിൻ്റെ കോപ്പീസാണ്. ഇതിന് വേറെയും കോപ്പീസ് ഉണ്ടാവും ഇതുപോലെ. ഹിന്ദിക്കാർ പറയുമ്പോൾ മേക്ക് 2, 3, 4, 5 എക്സെട്ര അങ്ങനെ പോകും. അതിൻ്റെ അകത്ത് അഡീഷൻ അവരെന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഹിന്ദിക്ക് അറിയില്ല. അറബിക്കാർക്ക് വേറെ കോപ്പീസ് ഉണ്ടാവും. അങ്ങനെ ലോകത്തുള്ള ഭാഷകളിലൊക്കെ ഈ Z+ന് വേറെ വേറെ കോപ്പീസ് ഉണ്ട് അല്ലേ? അതിന് അത്രയും ഓരോ ഭാഷകളിലും ഓരോ കോപ്പികളുണ്ട് ഈ Z+ന് അല്ലേ? അപ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ വ്യത്യാസം എന്താ? ഒരേ ഗ്രൂപ്പ് തന്നെയാണ്, പക്ഷേ ഈ ഇതിൻ്റെ അകത്തുള്ള പേരുകൾ മാറ്റി. നമ്മൾ പറയുമ്പം 0ക്ക് 0 എന്ന് പറയും, 1ന് 1 എന്ന് പറയും. ഹിന്ദിക്കാർ പറയുമ്പം 1ന് 1 എന്ന് പറയും, 2ന് 2 എന്ന് പറയും അല്ലേ? അങ്ങനെ ഓരോരോ ഭാഷക്കാരെന്താ ചെയ്താൽ അതിൻ്റെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകൾ പേര് മാറ്റി ഉപയോഗിച്ചു എന്ന് മാത്രം അല്ലേ? അപ്പോൾ ഒരേ ഗ്രൂപ്പിൻ്റെ പല പല കോപ്പീസാണ്. അപ്പോൾ ഇത്തരം കോപ്പികളായിട്ട് വരുന്ന ഗ്രൂപ്പുകൾക്കിടയിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ? അതാണ് ഒരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി എന്തുണ്ടോ അതാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. കാരണം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഡെഫിനിഷൻ വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 2 ഗ്രൂപ്പ് എടുത്തു, G'. അത് ഇതേപോലെ കോപ്പിയാന്ന് വിചാരിക്കുക. അതായത് കോപ്പി പറഞ്ഞാൽ അർത്ഥം ഇതിൻ്റെ അകത്തുള്ളവർ തന്നെയാണ് ഇവിടെ ഉള്ളത്, പക്ഷേ വേറെ പേരിലാന്ന് മാത്രം അല്ലേ? ഇവരൊക്കെ തന്നെയാണ് ഇത് വേറെ ഭാഷയിൽ വേറെ പേരിലാന്ന് മാത്രമല്ല ഇവിടെ വ്യത്യാസമുള്ളൂ. അതേപോലെ ഇവിടെയുള്ള എലമെൻറ്റ്സ് തന്നെ അവർക്കൊക്കെ ഡിഫറെൻറ്റ് നെയിമാണ് ഇവിടെ. ഓരോരുത്തർക്കും വേറെ വേറെ പേര് തന്നെ ഉണ്ടാവും. ഉദാഹരണമായിട്ട് 1ന് 1 ഇട്ടാൽ വേറെ ഏതെങ്കിലും പിന്നെ 1 പേരിടുമോ? അല്ലല്ലോ. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇരട്ടപ്പേരുണ്ടാവുക അല്ലേ? 1ന് 1 ഇട്ടാൽ പിന്നെ വേറെ ഉള്ളതിനൊക്കെ വേറെ എവിടെയും പിന്നെ 1 ഉപയോഗിക്കില്ല അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് പേരിടുക. അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഈ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ജിയും G'-ഉള്ള പദ്ധതി വെച്ച് കഴിഞ്ഞാൽ ജിയിലുള്ള എലമെൻറ്റ്സ് തന്നെ അവിടെ ഉള്ളത്, പക്ഷേ ഡിഫറെൻറ്റ് പേര്. ആ ഡിഫറെൻറ്റ് പേരിടുമ്പോൾ ഒരു എലമെൻറ്റിൻ്റെ പേര് വേറെ എലമെൻറ്റിന് പിന്നെ ഇടൂല. ഇതേപോലെ ആലോചിച്ച് നോക്കുക, മനസ്സിലാക്കി പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ജിയും ജിൻ്റെ അകത്തുനിന്ന് G' ഉണ്ടാക്കി. ഇതിൻ്റെ കോപ്പിയാണ്. ഓപ്പറേഷൻ അതേപോലെ തന്നെ. ഈ ജിയിലൊരു ഓപ്പറേഷൻ ഉണ്ടാവുമല്ലോ, ആ ഓപ്പറേഷൻ ഞാൻ ഡോട്ട് എന്ന് വിളിക്കട്ടെ. ജിയിലൊരു ഓപ്പറേഷൻ ഉണ്ടാവുമല്ലോ. ഈ ഓപ്പറേഷൻ ഇവിടെ ഇപ്പോൾ 2നെയും പ്ലസ് എന്ന് വിളിച്ചത് നമ്മളെ 2 കൂട്ടരും ഇംഗ്ലീഷുകാരും മലയാളികളും പ്ലസ് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രാചീന ഇന്ത്യയിൽ ഈ പ്ലസ്സിന് വേറെ സിമ്പൽ ഉണ്ട് എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് എനിക്കറിയില്ല, അറിയെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിരുന്നു. അത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2ഉം സെയിം സിമ്പൽ ഉപയോഗിച്ചാൽ നോക്കണമെന്നില്ല. അത് വേറെ സിമ്പൽ മലയാളക്കാർക്ക് ഉപയോഗിക്കാമല്ലോ, അഡീഷന് വേറെ സിമ്പൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ ഇതിൻ്റെ അകത്തുള്ള പേര് മാറ്റി ഉണ്ടാക്കിയ പുതിയ ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ ഓപ്പറേഷൻ ഇവിടെയുള്ള ഓപ്പറേഷൻ ഡോട്ടാണെങ്കിൽ അതിനെവിടെ സ്റ്റാർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ പേര് അങ്ങ് മാറ്റി, അതിൻ്റെ സിമ്പിൾ അങ്ങ് മാറ്റി, ജസ്റ്റ് മാറ്റിയത് മാത്രം. അർത്ഥമൊക്കെ സെയിം തന്നെ. ഇവിടെ 2 അടുത്തും ആഡല്ല ചെയ്തത്. അതേപോലെ ഇവിടെ എന്താണോ ചെയ്യുക അത് തന്നെ ആ പ്രൊസീജിയർ മനസ്സോട്ട് ആലോചിക്കുക കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ ഈ ജിയും G' ഈ 2 ഗ്രൂപ്പ് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെയുള്ള ഇതേപോലെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പേര് മാറ്റി ഇരട്ടപ്പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് അല്ലേ? ശ്രദ്ധിക്കണം, പേരിടുമ്പം രണ്ടാൾക്കും ഒരേ പേര് വരില്ല. ഇതേപോലെ ഒന്ന് വേറെ ആർക്കും പിന്നെ വരില്ല. അപ്പോൾ 2 ഡിഫറെൻ്റ് ആൾക്കാർക്ക് 2 ഡിഫറെൻറ്റ് നെയിം ഉണ്ടാവും. അങ്ങനെ ഇവിടെയുള്ള ഓരോരുത്തർക്കും വേറെ പേര് ഇവിടെ ഇട്ടു. മാത്രമല്ല ഇവിടുത്തെ ഓപ്പറേഷനെയും മാറ്റി വിളിച്ചു, അത്രമാത്രം. അർത്ഥം കൊണ്ട് 2ഉം സെയിം ഗ്രൂപ്പാണ്, ഇത് 2ഉം പോലെ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ കോപ്പിയാണല്ലോ ഈ ഗ്രൂപ്പ്. ഇതിൻ്റെ ഇടയിൽ എന്തോ പ്രോപ്പർട്ടി ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കോപ്പികളായിട്ട് വന്ന ഗ്രൂപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസെപ്റ്റ്. അത് കുറേ കൂടി അങ്ങോട്ട് നമ്മൾ ഡെഫിനേഷനൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും ആ പ്രോപ്പർട്ടി എന്തിനാണ് അന്വേഷിച്ചിരുന്നത് പിന്നീട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഞാനിവിടെ പറഞ്ഞു വെക്കാം, നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് വെക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. ഞാൻ പറയുന്ന ഒരു പ്രോപ്പർട്ടി, ഈ 2 ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു ബൈജക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അതായത് ജി പ്രൈമിലേക്ക് ഒരു ബൈജക്ഷൻ എഫ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ആദ്യം പറയണം, നിങ്ങൾ പോസ്റ്റ് ആലോചിക്കുക നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന്. ബൈജക്ഷൻ പറഞ്ഞെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മാപ്പ് നിങ്ങൾ ആദ്യം ഡിഫൈൻ ചെയ്യണം, എന്നിട്ട് അത് ബൈജക്ഷൻ ആണെന്ന് കാണിക്കുകയും വേണം. നിങ്ങൾക്ക് നാച്ചുറലി അങ്ങനെ ഒരു മാപ്പ് കിട്ടുന്നുണ്ടോ നോക്ക്. ഞാനതിൽ പറയട്ടെ. എനിക്ക് ഇവിടുത്തെ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇവിടുത്തെ ഒരു ഇമേജ് ഞാൻ തരികയല്ലേ വേണ്ടിയത് എഫ് ഡിഫൈൻ ചെയ്യാൻ അല്ലേ. ഞാൻ ഇവിടുത്തെ ഒരു എലമെൻറ്റ് എടുത്തു. ഈ ജി പ്രൈം എങ്ങനെയാണ് കിട്ടിയത്? ഇവിടെ ഉള്ളവരുടെയൊക്കെ പേര് മാറ്റിയിട്ടാണ് ജി പ്രൈം കിട്ടിയത്, കോപ്പിയാണ്. അപ്പോൾ ഈ എക്സ് വേറെ പേരിൽ ഇവിടെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഇരട്ടപ്പേരായിട്ട് ഇവിടെ ഉണ്ടാവില്ലേ. 1 ഒന്നായിട്ട് ഇവിടെ ഉള്ള പോലെ, 2 2ആയിട്ട് ഇവിടെ ഉള്ള പോലെ ഈ എക്സ് വേറെ പേരിൽ ഇവിടെ ഉണ്ടാവില്ലേ. ആ എലമെൻറ്റിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ആ എക്സിൻ്റെ ഇമേജ് ആയിട്ട് ഞാൻ ആ എലമെൻറ്റിനെ കൊടുക്കുക. സോ എഫ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സിൻ്റെ ഇരട്ടപ്പേരാണ്. എക്സ് വേറെ ഏതോ പേരിൽ ജി പ്രൈമിൽ വരുന്നുണ്ട്, അതാണ് എക്സിൻ്റെ ഇമേജ് ആയി കൊടുത്തത്. പോസിറ്റീവ് മനസ്സിലാക്കുക, ഞാൻ അധികം എഴുതുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ എഫ് ഞാൻ ഡിഫൈൻ ചെയ്ത് ക്ലിയർ ആണല്ലോ. ഡൗട്ടൊക്കെ ഉള്ളവർ ചോദിക്കണം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് നമ്പർ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തുക. റെഡി അല്ലേ? അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു അല്ലേ. ഓരോ എലമെൻറ്റെയും അതിൻ്റെ ഇരട്ട പേരിലേക്ക് ഞാൻ മാപ്പ് ചെയ്തു, അതാണ് എൻ്റെ ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷൻ 1 1 ആണോ നോക്കുക. നമ്മൾ പേരിട്ടപ്പോൾ എങ്ങനെയാട്ടത്? ഡിഫറെൻ്റ് ആക്കി ഒരേ പേരില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇവിടെ പോലെ ഈ 1 പിന്നെ വേറെ ആർക്കും വരുന്നില്ല അല്ലേ. ഒരു എക്സിൻ്റെ പേര് വേറെ വൈൻ്റെ പേരും സെയിം ആവില്ല അല്ലേ. 2 ഡിഫറെൻറ്റ് എക്സും വൈ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഇരട്ട പേര് സെയിം ആവില്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആവുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയേ പറ്റുള്ളൂ. കാരണം ഡിഫറെൻറ്റ് എക്സ് ആൻഡ് വൈക്ക് ഇരട്ട പേര് സെയിം ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. എഫ് ഈസ് 1 1. മറ്റൊന്ന് എഫ് ഓൺ 2 ആണോ? ഇവിടുത്തെ ഏതൊരു എലമെൻ്റ് എടുത്തു നോക്ക്, അത് ഇവിടുത്തെ ആരെങ്കിലും ഒരാളെ ഇരട്ട പേരായിരിക്കില്ലേ. അങ്ങനെയല്ലേ ഈ ജി പ്രൈം ഉണ്ടാക്കിയത്. ഇവിടെ ഉള്ളവരൊക്കെ പേര് മാറ്റിയിട്ടല്ലേ ഇട്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഏതൊരു എലമെൻറ്റ് വൈ എടുത്താലും ഇവിടുത്തെ ഏതൊരു എലമെൻറ്റ് ബി എടുത്താലും ആ ബി ഇവിടുത്തെ ഏതോ ഒരാളുടെ ഇരട്ടപ്പേരായിരിക്കും. അപ്പം എഫ് ഓഫ് എ ആയിട്ട് ആര് വരും? ബി വരും അല്ലേ. ആ എനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? അതിൻ്റെ ഇരട്ടപ്പേരിലേക്കാണ് മാപ്പ് ചെയ്യുക. എൻ്റെ ഇരട്ടപ്പേര് ബി ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏതൊരു എലമെൻറ്റിന് വന്നിട്ട് പ്രീമേജ് ഉണ്ട് അല്ലേ. സോ ദിസ് എഫ് ഈസ് 1 1 ആൻഡ് 1 2. അപ്പം ജിയും ജി പ്രൈമും കോപ്പീസ് ആണെങ്കിൽ there exists a bijection from G to G prime എന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല ഈ ബൈജക്ഷന് ഒരു പ്രത്യേകതയുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ ജി പ്രൈം കോപ്പീസ് ആണെങ്കിൽ ജിന്ന് ജി പ്രൈമിലേക്ക് ഒരു ബൈജക്ഷൻ എഫ് കിട്ടും. അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നത്? ഇവിടുത്തെ എലമെൻറ്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആരാണ്? ആ എക്സിൻ്റെ ഇരട്ട പേര് ഇവിടെ ഉണ്ടാവുന്നത് അല്ലേ. ആ എക്സ് വേറെ പേരിൽ ഇവിടെ വരും. ആ ഇരട്ട പേരാണ് എഫ് ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തത്. അതൊരു ബൈജക്ഷനാണ് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു ഒരു പ്രോപ്പർട്ടിയും കൂടെ എഫിനുണ്ട്. വെറും ബൈജക്ഷൻ മാത്രമല്ല വേറൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ആ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ ആദ്യം വേറെ പറയാം. ഇപ്പം എൻ്റെ പേര് ജലീൽ, എൻ്റെ വൈഫിൻ്റെ പേര് മുഫീദ. ഞങ്ങളുടെ മകനാണ് ബിനിയാമിൻ. ഓക്കെ, ഞങ്ങൾ വേറൊരു നാട്ടിൽ പോയി, കേരളത്തിൽ തന്നെ ഏതോ ഒരു നാട്ടിൽ. ആ നാട്ടിൽ ഞങ്ങൾ ഒളിച്ച് താമസിക്കാൻ വിചാരിക്കാം. ഞങ്ങൾ പേര് മാറ്റി. എൻ്റെ പേര് കോയാന്നും ആക്കി, മുഫീദൻ്റെ പേര് പാത്തൂന്നാക്കി, ബിനിയാമിൻ്റെ പേര് മരക്കാരെന്നും ആക്കി. ഞങ്ങൾ പേര് മാറ്റി താമസിക്കുന്നു മാത്രം അല്ലേ. ഇതുപോലെ പേര് മാറ്റിയ പോലെ, 1ൻ്റെ പേര് 1 ആക്കിയ പോലെ എൻ്റെ പേര് കോയാന്നാക്കി, ഓളെ പേര് പാത്തൂന്നാക്കി, മോൻ്റെ പേര് മരക്കാരെന്നാക്കി. ആ നാട്ടിൽ താമസിക്കുന്നു. ഇനി ആ നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ നിൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്നോട് ചോദിക്കുകയാണ്, ജലീലിൻ്റെയും കോഴിക്കോടും ചോദിക്കുകയാണ്, ജലീലിൻ്റെയും മുഫീദിൻ്റെയും മകനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ബിനിയാമിനാന്ന് പറയും. ആ നാട്ടിൽ ഞങ്ങൾ ഒളിച്ച് താമസിക്കുന്ന നാട്ടിൽ മകന് പറയുക കുഞ്ഞെന്നാന്ന് വിചാരിച്ചോ. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ചോദിക്കുകയാണ് കോയൻ്റെയും പാത്തുവിൻ്റെയും, അപ്പോൾ ജലീലിൻ്റെയും മുഫീദിൻ്റെയും മകനാരാന്ന് ചോദിക്കും ബിനിയാമിൻ. ഞാൻ ഇവിടെ എഴുതട്ടെ. ഇനി ആ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഒളിവിൽ താമസിക്കുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ് കോയൻ്റെയും പാത്തുവിൻ്റെയും കുഞ്ഞനാരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക? ബിനിയാമിൻ എന്നാ പറയുക? അല്ലല്ലോ, ബിനിയാമിൻ്റെ അവിടുത്തെ ഇരട്ടപ്പേര് പറയില്ലേ, അവിടുത്തെ ഇരട്ടപ്പേരെന്താ? മരക്കാർ എന്നല്ലേ കൊടുത്ത് അല്ലേ. അപ്പം ഇവിടെ എങ്ങോട്ടും ജലീലിൻ്റെയും മുഫീദിൻ്റെയും മകനാരാന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ബിനിയാമിൻ എന്ന് പറയുമ്പം അവിടെ കോയൻ്റെയും പാത്തുവിൻ്റെയും കുഞ്ഞനാരാന്ന് ചോദിക്കുമ്പം ബിനിയാമിൻ്റെ ഇരട്ടപ്പേരാണ് അവിടെ മരക്കാർ എന്നാണ് പറയുക. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഈ ഗ്രൂപ്പ്
ജിൻ്റെയും ജി പ്രൈമിൻ്റെയും കോപ്പിയാണ്. ഇതേപോലെ ഇവിടെ ഉള്ളവരൊക്കെ ഇരട്ട പേരിൽ അവിടെ ഉള്ളത്. ഇവിടുന്ന് ഒരു എലമെൻ്റ് എടുത്തു, എക്സ്, ഒരാളെടുത്തു, വൈ എടുത്തു. ഈ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഞങ്ങൾ രണ്ടാക്കും മകൻ ബിനിയാമി എന്ന് പറഞ്ഞ പോലെ ഈ തമ്മിൽ ഓപ്പറേറ്റ്, ഇവിടുത്തെ ഓപ്പറേഷൻ എന്താ, ഡോട്ടാണ്. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമല്ലോ, എക്സ് ഡോട്ട് വൈ കിട്ടുമല്ലോ. ഇവിടെ ബിനിയാമി എന്ന് പറഞ്ഞ പോലെ എക്സും വൈയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്ന എലമെൻറ്റ് എക്സ് ഡോട്ട് വൈ ആണ്. ഓക്കെ. ഇനി ഇവിടെ ഈ ഒളിച്ചുമേൽ താമസിച്ച് നാട്ടിൽ പോയിട്ട് കോയൻ്റെയും പാത്തുൻ്റെയും മോനാരാ ചോദിച്ചപ്പോൾ മരക്കാരെന്ന് പറഞ്ഞു, ബിനിയാമിൻ്റെ ഇരട്ടപ്പേര് പറഞ്ഞു. അതേപോലെ ഇവിടെ ഇതേ ചോദ്യം എങ്ങനെ ചോദിക്കുക, എക്സിൻ്റെ ഇരട്ടപ്പേരെന്താ, എഫ് ഓഫ് എക്സാ. വൈൻ്റെ ഇരട്ടപ്പേരെന്താ, എഫ് ഓഫ് വൈ ആണ്. ഇനി ഇതേപോലെ കോയൻ്റെയും പാത്തുൻ്റെയും കുഞ്ഞെന്ന് ചോദിച്ച മാതിരി എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, അതായത് എഫ് ഓഫ് എക്സ് സ്റ്റാർ എഫ് ഓഫ് വൈ എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ വരിക? നമ്മളിതാ ഈ നാട്ടിൽ കോയൻ്റെയും പാത്തുൻ്റെയും കുഞ്ഞനാരാന്ന് ചോദിച്ചപ്പോൾ ബിനിയാമിൻ എന്നാ പറഞ്ഞു, അല്ലല്ലോ, എന്ത് പറഞ്ഞു, ബിനിയാമിൻ്റെ അവിടുത്തെ ഇരട്ടപ്പേരായ മരക്കാർ എന്ന് പറഞ്ഞു. അതേപോലെ എക്സും വൈയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാന്ന് ഇവിടെ ചോദിച്ചപ്പോൾ അതിന് പകരം ഇവിടെ അതിൻ്റെ ഇരട്ടപ്പേര് വെച്ചിട്ടാണ് പറഞ്ഞത്, എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഇതൊക്കെ പേര് മാറ്റിയതേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് തന്നെയാണ്, കോയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലീലാന്ന് പറഞ്ഞാൽ. എഫ് ഓഫ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈ തന്നെയാണ് അല്ലേ, പാത്തൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫീദാന്ന് പറഞ്ഞാൽ. സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോട്ടാണ്, കുഞ്ഞൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മകനാന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്റ്റാർ എഫ് ഓഫ് വൈ എന്തായിരിക്കും? ഇവിടുത്തെ ബിനിയാമിൻ്റെ ഇവിടുത്തെ ഒറ്റപ്പേര് പറഞ്ഞാൽ എക്സ് ഡോട്ട് വൈൻ്റെ ഇവിടുത്തെ ഒറ്റപ്പേര് പറയണം. എക്സ് ഡോട്ട് വൈൻ്റെ ഇവിടുത്തെ ഒറ്റപ്പേര് എന്താണ്, എക്സിൻ്റെ ഇവിടുത്തെ ഒറ്റപ്പേര് എന്താണ്, അതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ അതേമാതിരി ഇതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി എഫ് ഓഫ് എക്സ് ഡോട്ട് വൈ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എഫ് ഓഫ് എക്സ് സ്റ്റാർ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡോട്ട് വൈ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സ്റ്റാർ എഫ് ഓഫ് വൈ. അപ്പോൾ നമ്മൾ ജിയുടെ കോപ്പിയാണ് ജി പ്രൈം എങ്കിൽ ജിന്ന് ജി പ്രൈമിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടാവും. ആ ബൈജക്ഷൻ എഫിന് ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് ഗ്രൂപ്പ് കോപ്പി ആണെങ്കിൽ അതിനിടയിലൊരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ചു. എന്താ പ്രോപ്പർട്ടി? അതിൻ്റെ ഇടയിൽ ഒരു ബൈജക്ഷൻ എഫ് ഉണ്ടാവും സാറ്റിസ്ഫൈങ് ദിസ് പ്രോപ്പർട്ടി. ഇനി ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന ഡെഫിനിഷനിലേക്ക് വരട്ടെ. പിന്നെ എങ്ങനെ മാച്ചോടെ കൊപ്പിക്കുന്നു എനിക്കറിയില്ല, നോക്കട്ടെ. അപ്പോൾ നമ്മൾ ആകത്തുക കണ്ടുപിടിച്ചത് എന്താ? ജിയുടെ കോപ്പിയാണ് ജി പ്രൈം എങ്കിൽ ജിന്ന് ജി പ്രൈമിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യും. എന്തൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രത്യേകത? അത് ബൈജക്ഷനായിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി അതിനുണ്ടാവും. ക്ലിയർ അല്ലേ? ജിയുടെ കോപ്പി ആയിട്ട് ജി പ്രൈം വരുന്നുണ്ടെങ്കിൽ there exists a function f from g to g prime such that f is a bijection and satisfies this property. ഇത്തരം ഈ രണ്ട് പ്രോപ്പർട്ടി, അത് ബൈജക്ഷനും ഈതും ഉള്ള ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമോർഫിസം. രണ്ട് ജിയും ജി പ്രൈമും കോപ്പി ആണെങ്കിൽ അതിനിടയിൽ ഈ പ്രോപ്പർട്ടിയിലെ ഈ രണ്ട് പ്രോപ്പർട്ടിയിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കിട്ടി. അപ്പം ജിയും ജി പ്രൈമും കോപ്പി ആണെങ്കിൽ അതിനിടയിൽ ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് പറയും. ക്ലിയർ അല്ല? ഐസോമോർഫിസിൻ്റെ ഡെഫിനേഷൻ, ഈ രണ്ട് പ്രോപ്പർട്ടിയുള്ള ഏതൊരു ഫംഗ്ഷനെയും നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് പ്രോപ്പർട്ടിയുള്ള ഏതൊരു ഫംഗ്ഷനെയും നമ്മൾ ഐസോമോർഫിസം എന്ന് പറയും. ഞാൻ എന്താ അവിടെ എഴുതി, വെയിറ്റ് ആൻഡ് സി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ കേട്ടോ. സപ്പോസ് ജി ആൻഡ് ജി പ്രൈം ആർ എനി ടു ഗ്രൂപ്പ്സ്, കോപ്പീസ് ആണ് നമ്മുടെ അവകാശപ്പെട്ടിട്ടില്ല, എനി ടു ഗ്രൂപ്പ്സ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതിന് ഈ രണ്ട് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ എഫിന് എന്ത് പറയും? ഐസോമോർഫിസം എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, കോപ്പീസാണ് ജിയും ജി പ്രൈം എങ്കിൽ അതിനിടെ ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് കിട്ടി. അതിപ്പോൾ അവിടുന്ന് കണ്ടുപിടിച്ചു. അതിനെ ജനറലൈസേഷൻ ആയിട്ട് ഇത് കൂട്ടി അപ്പോൾ തൽക്കാലത്തേക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ജിന്ന് ജി പ്രൈമിലേക്ക് ഇങ്ങനൊരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ദേ ആർ ഐസോമോർഫിക്. ജി ആൻഡ് ജി പ്രൈം ആർ ഐസോമോർഫിക് എന്ന് പറയും. അപ്പോൾ ജിയും ജി പ്രൈമും കോപ്പി ആണെങ്കിൽ അത് ഐസോമോർഫിക് ആയിരിക്കില്ലേ? കാരണം എന്താ? കോപ്പി ആണെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടിയിൽ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഐസോമോർഫിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐസോമോർഫിക് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജിയും ജി പ്രൈമും ഐസോമോർഫിക് ആണെന്ന് അറിയാം. അപ്പം രണ്ട് ഗ്രൂപ്പ്
പരസ്പരം കോപ്പീസ് ആണെങ്കിൽ ദേ ആർ ഐസോമോർഫിക് ഇപ്പോൾ കിട്ടി. നമ്മുടെ ഡെഫിനിഷൻ അങ്ങനെയുള്ളത്. ഇനി തിരിച്ചൊരു ചോദ്യമുണ്ട്. സപ്പോസ് ജി ആൻഡ് ജി പ്രൈം ആർ ഐസോമോർഫിക്, അതായത് ജിന്ന് ജി പ്രൈമിലേക്ക് ഒരു ഐസോമോർഫിസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ ഒരു കോപ്പീസ് ആയിരിക്കും, ജിയുടെ കോപ്പി ആയിരിക്കുമോ ജി പ്രൈം? റെലവൻറ്റ് ചോദ്യമാണ്. ഞാൻ ആൻസർ ഇപ്പോൾ പറയുന്നില്ല. അതിന് ആൻസർ ഇങ്ങനെ കുറച്ച് റിസൾട്ടുകളും എക്സാമ്പിൾസൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് ആൻസർ യെസ് എന്നാ. ജിന്ന് ജി പ്രൈമിലേക്ക് ഒരു ഐസോമോർഫിസ് ഉണ്ടെങ്കിൽ അതായത് ജിയും ജി പ്രൈമും ഐസോമോർഫിക് ആണെങ്കിൽ ജിയുടെ കോപ്പിയാണ് ജി പ്രൈം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്ന് സമയം എടുത്തുകൊണ്ട് നമുക്ക് പല പല എക്സാമ്പിൾസിലൂടെയും റിസൾട്ടിലൂടെയും നമുക്കതിലേക്ക് വരാം. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, വീഡിയോ ലെങ്തി ആയതുകൊണ്ടാണ് അതിൽ എക്സാമ്പിൾ ഉണ്ടാകാത്തത്. ഇത് നിങ്ങൾ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ എക്സാമ്പിളായിട്ട് വരാം. ഓക്കെ.